അടിത്തട്ടിലെ പാറയും കടൽ മാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിൽ ഉടക്കി വല നശിക്കുന്നത് പതിവാണ്. ഇതിനിടെ കടൽ മാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആഞ്ജനേയൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ 1000 കിലോയോളം വല നശിച്ചു. പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കടൽ മാക്രി കൂട്ടം കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി. വലയ്ക്ക് പുറമെ റോപ്പ്, EM എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങളുടെ റോപ്പിന് ഉൾപ്പെടുത്തുന്നു തോന്നി. അപ്പോൾ അടിയിലൊന്നും പിടിച്ചേക്കണം. ഞങ്ങളെ സംശയം മുഴുവൻ കണ്ടെയ്നറാണെന്ന്. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ കിടന്ന് ഒരുപാട് നേരം കിടന്ന് കുസ്തി പിടിക്കുന്നു. ഞങ്ങൾ 48 പേര് വളർത്തുന്നുണ്ടായിരുന്നു. 48 പേര് ഞങ്ങളെ കയറി വരുള്ളൂ. അങ്ങനെ 2 വള്ളം. വീണ്ടും പോയി ഞങ്ങൾ ഒരു വള്ളത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൽ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ കയറി പോയി നേരിട്ട് വിളിച്ചിട്ട് വന്നിട്ട് ആ വള്ളം കൂടി 50 പേരും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ കടന്ന് കിട്ടുന്നത്. 9 ലക്ഷം രൂപയിൽ നഷ്ടം വരും. അപ്പോൾ ബാക്കിയുണ്ടായ പോലെയൊക്കെ മാക്രി അടിച്ച് കടൽ മാക്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പുറത്തുകൾ നമ്മൾ കുളത്തിലൊക്കെ കാണുന്ന സാധനം പുറത്തുകൾ വലുത് ഇത്രയൊക്കെ നീളമുണ്ടാവും. ഇത് കടൽ മാക്രിയൊക്കെ അടിച്ച് മറ്റുള്ള വലകളും ടോപ്പുകളും ഒക്കെ ചീത്ത. ആഞ്ജനേയൻ വള്ളത്തിൽ 50 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിൽ നിരവധി വള്ളങ്ങൾക്ക് വലയും അനുബന്ധ സാമഗ്രികളും നഷ്ടപ്പെടുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.